പരശുരാമനിൽ നിന്ന് ലഭിച്ച ദൈവികമായ അവകാശം പവിത്രമായി സൂക്ഷിക്കുന്നവരാണ് താഴ്മൺ കുടുംബം. അതുമാത്രമല്ല, താഴ്മൺ കുടുംബത്തിലെ പുരുഷന്മാർക്കാണ് ക്ഷേത്ര അവകാശം. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ അത് ദേവനാണെങ്കിലും ദേവിയാണെങ്കിലും അവരുടെ പിതൃസ്ഥാനമാണ് തന്ത്രിക്ക് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമനാണ് കേരളത്തിലേക്ക് ബ്രാഹ്മണരെ എത്തിച്ചതെന്നാണ് ഐതിഹ്യം കേട്ടോ. അതായത് കടൽക്കര തെളിയിച്ച് കേരളക്കര സൃഷ്ടിച്ച പരശുരാമൻ നമ്മുടെ കേരളത്തിൽ മലനാടുകളിലും ഇടനാടുകളിലും പ്രതിഷ്ഠകളൊക്കെ നടത്തി. അപ്പോൾ ഈ പ്രതിഷ്ഠകളിൽ പൂജിക്കാനും അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ബ്രാഹ്മണർ വേണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ബ്രാഹ്മണരെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ യാത്രയിൽ കൃഷ്ണാ നദി മുറിച്ച് കടക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ തൻ്റെ കൂടെയുള്ള ബ്രാഹ്മണരുടെ കഴിവുകൾ പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം അവരോട് ഈ നദി കടന്ന് അപ്പുറത്തേക്ക് എത്തുവാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിലൊരു ബ്രാഹ്മണൻ നദിയുടെ മുകളിലൂടെ മറുകരയിലെത്തി, മറ്റൊരു ബ്രാഹ്മണൻ നദി മുറിച്ചു മാറ്റി അതിൻ്റെ അടിത്തട്ടിലൂടെ മറുകരയിലെത്തി. അങ്ങനെ നദിയുടെ മുകളിലൂടെ മറുകരയിലെത്തിയ ആൾക്ക് തരണനെല്ലൂരെന്നും നദി മുറിച്ചു മാറ്റി അടിത്തട്ടിലൂടെ എത്തിയ ആളിന് താഴ്മണെന്നും അദ്ദേഹം പേരിട്ടു കേട്ടോ. അതുമാത്രമല്ല, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ അവകാശം അവർക്ക് 2 പേർക്കുമായിട്ട് നൽകുകയും ചെയ്തു. അതുമാത്രമല്ല, പിന്നീട് വന്ന പുതിയ ക്ഷേത്രങ്ങളുടെ അവകാശവും അവർക്ക് തന്നെ ലഭിച്ചു. അപ്പോൾ ഈ ശബരിമല അന്ന് ഒരു ഘോര വനത്തിനുള്ളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് അവിടെ തന്ത്രത്തിന് പോകുന്നവർ തിരിച്ചു ജീവനോടെ വരില്ല എന്ന് തന്നെ ഭയപ്പെട്ടിരുന്നു. അങ്ങനെയാണ് താഴ്മൺ കുടുംബം ശബരിമലയുടെ തന്ത്രം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ശബരിമലയുടെ തന്ത്രം അവരുടെ കയ്യിൽ വന്നതോടുകൂടി അവരുടെ പേരും പെരുമയും പ്രശസ്തി ആർജിച്ചു.